എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വൈറ്റ് ഗാർഡിൻ്റെ കുറച്ച് അംഗങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരെന്തിനാണ് വന്നിട്ടുള്ളത് നമ്മൾ ചോദിക്കാം. അപ്പോൾ അസ്സലാമു അലൈക്കും. അപ്പോൾ നിങ്ങളിതിൽ ക്യാപ്റ്റൻ കേട്ടു, പേരെന്താ? എൻ്റെ ഒരു ഷുക്കൂർ അലി. ഞാൻ വയനാട് ജില്ലാ വൈറ്റ് ഗാർഡിന്റെ ക്യാപ്റ്റനാണ്. ഓക്കെ. ഞങ്ങള് ഉരുള് പൊട്ടിയ അന്ന് മുതൽ, അത് അന്ന് 3 മണിക്ക് എത്തിയ ആളുകളാണ്. ഇപ്പോഴും ഞങ്ങൾ തുടർന്ന് സേവനത്തിൽ 23ാമത്തെ ദിവസമാണ് ഇന്ന്. ഞങ്ങൾ തുടർച്ചയായിട്ട് 23 ദിവസമായിട്ട് സേവനത്തിലാണ്. ഇന്നലെ ഞങ്ങൾ വന്നു, പള്ളി മുകൾ നില ക്ലീനാക്കി, നിസ്കാരം ലുഹർ ഞങ്ങൾ ഇവിടെ നിസ്കരിച്ചു. നിസ്കാരം തുടങ്ങി. 3 മണിക്ക് ശേഷം മഴ പെയ്തപ്പോൾ ഞങ്ങൾ പോലീസുകാർ തിരിച്ചു വിളിച്ചു. അതിശക്തമായ മഴയാണ് ഇന്നലെ പെയ്തത്. അതുകൊണ്ട് കൺട്രോൾ റൂമിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഇനി അവിടെ തുടരുത്, ഞങ്ങൾക്ക് സേഫ് അല്ല, ഞങ്ങൾ തിരിച്ചു വരണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ പോയതാണ്. ഇനി ബാക്കിയുള്ള ഭാഗങ്ങളും കൂടി ക്ലീൻ ആക്കുന്നതിന് ഞങ്ങളെ കൊണ്ട് എത്രത്തോളം കഴിയുമോ അത്രത്തോളം. ഒരുപാട് ഒരു അരക്കോളം ചളി ഉണ്ട് താഴെ ഭാഗത്ത്. അപ്പൊ ഞങ്ങൾ എത്രത്തോളം ഞങ്ങൾക്ക് സാധ്യമാകുമോ അത്രയും ഞങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഏതൊക്കെ കണിയാമ്പറ്റ പഞ്ചായത്തും അതുപോലെ പിന്നെ ഏതായാലും നെന്മേനി പഞ്ചായത്തും പിന്നെ മൂപ്പനാട് മേപ്പാടിയുള്ള സ്ഥിരാംഗങ്ങളുമാണ്. അതിന് പുറത്ത് പിന്നെ ഒരാളെ പരിചയപ്പെടുത്തേണ്ടത്, ഇത് കാസർഗോഡ് തൃക്കരിപ്പൂർ സ്വദേശിയാണ് ഷംസുദ്ദീൻ. ഈ ഇൻസിഡന്റ് സംഭവിച്ച അന്ന് എത്തിയ ആളാണ്. ഒരു പ്രാവശ്യം വീട്ടിൽ പോയി തിരിച്ച് വീട്ടിൽ കിടന്നുറങ്ങാനോ ഒന്നിനും പറ്റാതെ നമ്മളോട് വീണ്ടും വന്ന് ജോയിൻ ചെയ്ത ആളാണ്. ഇതുവരെ പോയിട്ടില്ല. ഈ 23 ദിവസത്തിൽ ഒരു ദിവസം വീട്ടിൽ പോയി കിടന്നുറങ്ങി തിരിച്ചു വന്ന ആളാണ്. ഇവരെ പ്രത്യേകം അഭിനന്ദിക്കാൻ നിവൃത്തിയില്ല. ഗുഡ് ജോബ്. എനിക്ക് അത്രേ പറയാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ 23 ദിവസമായിട്ട് ഇവരെ ജോലിയും കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഈ ഒരു നാടിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ ഇത് പ്രത്യേകം കാണിക്കാനുള്ള കാരണം, ഇപ്പം നിലവിൽ ഇവിടെ ആരും നമ്മൾ ഒരു സംഘടനാ പ്രവർത്തനം കാണുന്നില്ല, ഇവരെ മാത്രമാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പം അതിന് കാരണം അവർ പറഞ്ഞത് ഈ പള്ളി മാക്സിമം ഒന്ന് ക്ലീനാക്കി ഇവിടെ നിസ്കാര യോഗ്യമാക്കുക എന്നുള്ളത് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവരെ പ്രവർത്തനം നടക്കുന്നു. അപ്പം നിലവിൽ അവർക്കൊരു ചെമ്പ് താഴെ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാ അല്ലേ? ഓക്കെ. പള്ളിനകത്തേക്ക് വെക്കുക അല്ലേ? പള്ളിൻ്റെ തന്നെ അല്ലേ സാധനം? കുറേ പ്ലേറ്റുകളും താഴെ നിന്ന് കിട്ടിയതാ? ഓക്കെ. പള്ളിയുടെ ഹൗസ് നിന്നിരുന്ന ഭാഗം കേട്ടോ. ഹൗസ് വൃത്തിയാക്കി കൊണ്ടൊക്കെയാണ്. Ana,